ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ 60 ആണ് വണ്ടി. വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അത് നിലവിൽ നമുക്ക് അതിൻ്റെ ബ്രേക്കിൻ്റെ കംപ്ലയിൻ്റാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ബ്രേക്ക് ലൈനറിൻ്റെ കംപ്ലയിൻ്റാണ്. ബാക്കിലത്തെ ബ്രേക്ക് ഷൂ തീർന്നേക്കാണ്. അപ്പോൾ നമ്മൾ പുതിയ ലൈനർ ഇട്ടിട്ടുണ്ട്. പുതിയ ലൈനർ ഇപ്പോൾ സെറ്റ് ചെയ്തതാണ് കേട്ടോ. അത് ലൈനർ നമുക്ക് ഒരു സെറ്റ് വരുമ്പോൾ 271 രൂപ നമുക്ക് അതിൻ്റെ കോസ്റ്റ് വരാം. നമുക്ക് ഇതിൻ്റെ ആണെങ്കിൽ ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും തീർന്നേക്കാം. അപ്പോൾ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ മാക്സിമം അഡ്ജസ്റ്റിങ്ങിലാണ്. അത് നമ്മൾ മാറ്റി ചെയ്തപ്പോൾ കമ്പനി ലൈനർ പുതിയത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് പുതിയ ലൈനർ കേട്ടോ. അപ്പോൾ ഫ്രണ്ടും ബാക്ക് നമുക്ക് സെയിം ലൈനർ തന്നെ വരാം. 271 രൂപ വെച്ചിട്ടാണ് ഒരെണ്ണത്തിന് 271 രൂപ വെച്ചിട്ട് വരാം. ഫ്രണ്ടിലത്തെ 271, ബാക്കിലത്തെ വരുന്ന 680 വരും. പിന്നെയുള്ള നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്തൊക്കെ നോക്കുന്നത് പറഞ്ഞാൽ നമുക്ക് മീറ്ററിനകത്ത് ബൾബുകളെല്ലാം തന്നെ കംപ്ലൈൻറ്റാണ്. അതായത് നൈറ്റ് ഓടുമ്പോൾ ഡയലൊന്നും തെളിയില്ല. ആ കണ്ടീഷനതിൻ്റെ ഉള്ളിൽ തന്നെ ലൈറ്റ് ബൾബുകൾ പോയേക്കണം. അപ്പോൾ അതൊന്നും മാറ്റിയിട്ടുണ്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. ഓയിൽ ചേഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ ഇത്രയും മാർക്കേ ഉള്ളൂ. നമ്മൾ ഓടിച്ച് നോക്കിയിട്ട് വേറെ പറയത്തൊക്കെ വേറെ കംപ്ലയിൻറ്റ് തോന്നണമെന്നില്ല. പിന്നെ നമുക്ക് ആ ബാക്കിലത്തെ നമ്പർ പ്ലേറ്റ് ആ റിബേറ്റ് ലൂസായിട്ട് കിടന്ന് പിടയ്ക്കുന്നുണ്ടാവും. അപ്പോൾ അത് കളഞ്ഞിട്ട് മാറ്റി അത് നട്ട് ബോൾട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് ഓടിച്ച് നോക്കുമ്പോൾ വേറെ പ്രശ്നം തോന്നിയൊന്നുമില്ല. കണ്ട ഭാഗത്തോട് നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസൊക്കെ വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. നോക്കിയാൽ മതി. വൈകുന്നേരത്തേക്ക് കംപ്ലീറ്റ് ചെയ്ത് തരാം കേട്ടോ വണ്ടി. ഓക്കെ.